നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ കോൾ സർവീസുകൾ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം ചില സിം കാർഡുകൾ ഉപയോഗിക്കാറുണ്ട്. അവർക്കതിൽ കോൾ വരണ്ട എന്നാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ സാധിക്കുന്നത് ജിയോ സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ജിയോ സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ഇതുപോലെ ഡയലർ എടുത്തതിന് ശേഷം ഡയലറിൽ നമ്മൾ ഇനി സ്ക്രീനിൽ പറയുന്ന അതേ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാനൊരു ഡയലർ എടുത്ത് ഇതുപോലെ *401* എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. *401* എന്ന് ടൈപ്പ് ചെയ്ത് 98 ടൈപ്പ് ചെയ്ത് 80 ഇട്ട് കൊടുക്കുക. അതായത് *401* 980000 എന്നുള്ള ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണാത്തേക്കും അതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതില്ലാത്ത കോൾ ഫോർവേഡ് ആക്റ്റീവ് ആണ്. ആ ബാക്കി നമ്പർ के लिए बिना शर्त. അതായത് ഇനി ഈ ഒരു സിം കാർഡിനകത്ത്, നമ്മുടെ ജിയോ സിം കാർഡിനകത്ത് ഇനി നമുക്ക് ഇൻകമിങ് സർവീസുകളൊക്കെ ബ്ലോക്കാണ്. നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇൻകമിങ് കോൾ ബ്ലോക്ക് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇൻകമിങ് കോൾ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയലർ എടുക്കുക. ഡയലർ എടുത്തതിന് ശേഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 413 എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കോൾ ഫോർവേഡിംഗ് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് സാധാരണ കോൾ ബട്ടൺ, സാധാരണ സിം കാർഡ് ഉപയോഗിക്കുന്ന പോലെ കോൾ ചെയ്യാനോ ഇൻകമിങ് കോൾ വരാനും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നേരത്തെ നമ്മൾ കോൾ സർവീസ് ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സിം കാർഡിനകത്തുള്ള കോൾ സർവീസുകൾ ആക്റ്റീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.